ഹേയ് കുട്ടികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡോഗ് ഷോയാട്ടോ. ഡോഗ് ഷോ നടക്കാൻ പോവുകയാണെന്ന് അനൗൺസ്മെൻറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പള്ളിപ്പെരുന്നാളിനാട്ടോ ഈ ഒരു ഡോഗ് ഷോ കാണാൻ പോയത്. അപ്പോൾ അവിടെ ഞങ്ങൾ നിന്നോടുക്കുമ്പോഴാണ് ആ കുട്ടിയുടെ ഡോഗ് ഉണ്ടാകും. സാനിയ, സാനു, ഷാലു, സാനിയ, അങ്ങനെ ബ്ലാക്കി, പിന്നെ ഇത് ബ്ലാക്കി. ഈ വേദിയിലുള്ള എല്ലാവർക്കും വെൽക്കം. സാനിയ, എല്ലാവർക്കും വെൽക്കം. ഞാൻ ചെയ്യൂലെന്ന് സോണിയ ഡ്രം റോളിംഗ് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളും എല്ലാവരും ഒന്ന് താളം പിടിച്ച് കൈയ്യടിച്ചു. അതിൽ അത് ഉരുട്ടി 3 പേരും കൂടി നടന്നു പോകുന്നൊരു ഭാഗമാണ് കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ നമ്മുടെ ഷാനിനോട് ഇത് കണ്ണടയൊക്കെ വെച്ചിട്ട് ഒരു ലേഡീസ് ബാഗും ഒരു കൊടയൊക്കെ പിടിച്ചിട്ട് അവരിങ്ങനെ ഹാപ്പിയായി പോകുന്ന ഒരു ഭാഗമാണ്. കാരണം അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കുണുങ്ങി പോക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കണ്ടോ. പക്ഷെ ഞാൻ ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തതിനെ കൊണ്ട് എനിക്കത് കാണാൻ പറ്റില്ല. നിറയെ ആളുകളായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ അപ്പുറത്തെ ഭാഗത്തേക്ക് കടന്നു പോകാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ആ ഒരു ഭാഗം. അതിനുശേഷം നമ്മുടെ ബ്ലാക്കിയോട് പറയാണ്, അവിടെ നമ്മൾ കുട്ടികൾ ഒരു നമ്പർ പറയണം. ആ നമ്പർ ബ്ലാക്കി എടുത്തുകൊണ്ടേ കൊടുക്കും. ആ പറഞ്ഞ വ്യക്തിക്ക് എടുത്തുകൊണ്ടേ കൊടുക്കും. അങ്ങനെ നമ്മളൊരു 5 നമ്പർ പറയുന്നു, അതുപോലെ ഒരു 8 നമ്പർ പറയുന്നു. അത് ബ്ലാക്കി ഇതേപോലെ റൗണ്ട് അടിക്കും. കുറേ പ്രാവശ്യം റൗണ്ട് അടിച്ചതിന് ശേഷം ആ ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ട് അതെടുക്കും. ഞങ്ങൾ പള്ളിപ്പെരുന്നാളിന് വേണ്ടി ആകെ കണ്ടൊരു ഷോ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമ്മുടെ മൊബൈൽ വാങ്ങിയിട്ട് വേറൊരാളെടുത്ത് കൊടുക്കും. ബ്ലാക്കിയുടെ തലയിൽ തുണിയിട്ടിട്ടുണ്ടാവും. ബ്ലാക്കി അത് ആ ഒരു ടവ്വിൽ മണത്തിട്ട് വേണം ആ മൊബൈൽ ആരെ കയ്യിൽ കൊടുത്തു എന്നുള്ളത് ബ്ലാക്കി പറയാൻ. അങ്ങനെ അയാളത് എൻ്റെ തൊട്ടടുത്തുള്ളൊരു ചേച്ചിയുടെ മൊബൈൽ വാങ്ങിക്കുന്നു. അത് എന്നിട്ട് അത് അങ്ങേ സൈഡിലുള്ള കുട്ടിയുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ആ മൊബൈൽ കൊടുക്കുകയാണ്. അങ്ങനെ ആ മൊബൈലിൻ്റെ ആ കർച്ചീഫ് കൊണ്ടുവന്നിട്ട് ബ്ലാക്കിക്ക് സ്മെല്ല് ചെയ്യാൻ കൊടുക്കുമ്പോൾ ബ്ലാക്കി കുറച്ച് നേരം അതൊന്ന് സ്മെല്ല് ചെയ്യും കേട്ടോ. അതിനുശേഷം ബ്ലാക്കി അവിടുന്ന് ഇങ്ങനെ പതുക്കെ ഒന്ന് റൗണ്ട് അടിച്ച് വന്നതിന് ശേഷം ബ്ലാക്കി അത് പോയിട്ട് ആ മൊബൈൽ ആരെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് ബ്ലാക്കി കണ്ടുപിടിക്കുകയാണ്. അതിങ്ങനെ കൈ ഇങ്ങനെ പൊന്തിച്ച് പിന്നെ ആ ഒരു റൗണ്ടിൽ വെച്ച് കമ്പിയില്ലേ അതാ കണ്ടോ ടവ്വിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അത് എന്നിട്ട് മണപ്പിക്കുകയാണ് അയാൾ. സംസാരമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഡോഗ് മാസ്റ്ററുടെ. ബ്ലാക്കി എഴുന്നേറ്റു. പക്ഷെ ഭയങ്കര അനുസരണയുള്ളൊരു 4 ഡോഗായിരുന്നു കേട്ടോ. റൗണ്ട് അടിച്ച് വരുന്നുണ്ടോ. സാധാരണ ഡോഗിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് ഉണ്ടാവുക. പക്ഷെ അവിടെ വന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്തോ ഒരു ഇഷ്ടമാണ് ആ ഡോഗിനോട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഫുള്ള് റൗണ്ട് അടിച്ച് അങ്ങനെ 4-5 അവിടെ നിന്നു. ആ കുട്ടിയുടെ കയ്യിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം അത് വാങ്ങി അവർക്ക് യഥാർത്ഥ ഉടമസ്ഥനോട്. അങ്ങനെ ഷോ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. അടിപൊളി പ്രോഗ്രാമായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായി. കുറഞ്ഞൊരു ഇതുള്ളൂ, 60 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അത് കഴിഞ്ഞ് പ്രദക്ഷിണം വന്നു. പ്രദക്ഷിണം കണ്ടിട്ട് ഞങ്ങളങ്ങനെ വേഗം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അത്രയ്ക്കും ജനമായിരുന്നു. കാല് വയ്ക്കാൻ സ്ഥലമില്ലാത്തൊരു പ്രദക്ഷിണമായതുകൊണ്ടാട്ടോ ഈ ഒരു സമയത്ത് ഇവിടെ ആളില്ലാത്തത്.